വിഷയക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് 9ാമത്തെ ചാപ്റ്റർ പഠിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം, എന്നിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങാം. പരിശുദ്ധാത്മാവേ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ടീച്ചറുടെ ഒപ്പം എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. നമുക്ക് 9ാമത്തെ ചാപ്റ്റർ പഠിക്കാമെന്ന്. ഇതിൽ 5 ചോദ്യോത്തരങ്ങളാണുള്ളത് കേട്ടോ. പാഠം 9 ക്ഷമിക്കാൻ പഠിപ്പിച്ച ഈശോ. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈശോയുടെ ആ ക്ഷമ നമ്മളെ ഈശോ സ്വന്തം മാതൃകയിലൂടെ ക്ഷമിക്കാൻ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചതെന്നുള്ള കാര്യമാണ്. ഈശോയുടെ ആ ഒരു മാതൃക നമ്മൾ കാണുന്നത് എവിടെയാണ്? ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു സമയത്ത് ഈശോയെ ദ്രോഹിച്ച എല്ലാവരോടും ഈശോ ക്ഷമിക്കുന്നുണ്ട് അല്ലേ. നമുക്കിതിൽ പഠിക്കാനുള്ള ഒരു വചനമുണ്ട്. നമുക്ക് വചനം പറഞ്ഞുകൊണ്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ കൂടുതൽ കൃപ നമ്മുടെ ഉള്ളിൽ നിറയും. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ്, നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു പോകുമ്പം കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും, നിങ്ങൾക്കറിയാം. എങ്കിലും നമുക്ക് 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഈശോ ശത്രു സ്നേഹത്തിൻ്റെ മാതൃക നൽകിയത് എങ്ങനെ? ശത്രു എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ എനിമി അല്ലേ, നമ്മുടെ ശത്രുവാണ് അല്ലേ, നമുക്ക് ദേഷ്യമുള്ള ആളാണ്. അപ്പം ആ ആളോട് ശത്രു സ്നേഹത്തിൻ്റെ മാതൃക ഈശോ എങ്ങനെയാണ് നൽകിയത്? ശരിക്കും പറഞ്ഞാൽ ഈശോനെ ചമ്മട്ടി അടിച്ചവരും മുൾമുടി ധരിപ്പിച്ചവരും ഈശോനെ കുരിശ് ചുമന്ന് അവിടെ വരെ കൊണ്ടുവന്നപ്പം അത് ഉപദ്രവിച്ച എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ ശത്രുക്കളാണ് അല്ലേ. ഈശോ അവരെ ശത്രുവായിട്ടാണ് കാണേണ്ടത്. ഈശോയ്ക്ക് അവരോട് ദേഷ്യം തോന്നേണ്ടതാണ്. പക്ഷേ ഈശോ എന്താ ചെയ്തത്? കുരിശിൽ കിടന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ക്ഷമ എന്ന് പറയുമ്പം ഞാൻ അവനോട് ക്ഷമിച്ചു, പക്ഷേ നോക്കിക്കോ അവന് ദൈവം കൊടുത്തോളും എന്ന് പറയുന്നത് ക്ഷമയായിരിക്കുമോ? ഒരിക്കലുമല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ക്ഷമ പൂർത്തിയാകുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? ആർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ പ്രാർത്ഥന നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക അല്ലേ. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ തലവേദന തന്നെ ആയിക്കോട്ടെ, ഭയങ്കര ശക്തമായിട്ട് തലവേദന വന്ന് വേദനിച്ച് അമ്മ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുവാണെങ്കിൽ നമ്മൾ ആരും പറയാതെ തന്നെ ചിലപ്പോൾ അമ്മയുടെ തലവേദന മാറാൻ പ്രാർത്ഥിക്കും. അത് നമുക്ക് വേണ്ടിയല്ല, നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അല്ലേ. പക്ഷെ അതെന്തുകൊണ്ടാണ്? അമ്മയോട് നമുക്ക് അത്രയും സ്നേഹമുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവന് വേണ്ടി ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. ചിലപ്പോൾ ബാക്കിയുള്ളവരോട് പറയുകയും ചെയ്യും, കാരണം അവനെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ പ്രാർത്ഥന വരുന്നത് എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടായിരിക്കും. ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പം ശത്രുക്കൾക്ക് വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത് എന്ന് വെച്ചാൽ ഈശോയ്ക്ക് ശരിക്കും ദേഷ്യമാണ് തോന്നണ്ടേ. പക്ഷേ അതിന് പകരം ആ കുരിശിൽ കിടന്ന് അത്രയും വേദന സഹിച്ച് കിടക്കുമ്പോഴും എന്താണ് ഈശോയുടെ ഉള്ളിൽ അവരോട് തോന്നിയത്? സ്നേഹമായിരുന്നു. അപ്പോൾ ആ ഒരു ഭാവം നമുക്കും ഉണ്ടാവണമെന്നാണ് ഈശോ പറയുന്നത്. ഈശോ അത് വാക്കാൽ പറയല്ല, ഈശോ അത് പ്രവൃത്തിയിലൂടെ മാതൃക നൽകി നമുക്ക് കാണിച്ചു തന്നു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പേജ് നമ്പർ 57 വരുന്നത്. കഠിനമായ പീഡകൾ സഹിച്ച് കുരിശിൽ കിടന്നപ്പോഴും ഈശോ നമുക്കൊരു വലിയ മാതൃക നൽകി. ഇത്രയും ക്രൂരമായി തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി ഈശോ പിതാവിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. ചമ്മട്ടി കൊണ്ടടിച്ചും മുൾമുടി ധരിപ്പിച്ചും കുരിശിൽ തറച്ചും പരിഹസിച്ചും തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചുകൊണ്ടും അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോ ശത്രു സ്നേഹത്തിൻ്റെ മഹത്തായ മാതൃക നൽകി അല്ലേ. ഈശോനെ എത്രയധികം അവർ ഉപദ്രവിച്ചു. ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയം ഈശോ വേദനയില്ലാതിരുന്നൊരു സമയമായിരുന്നു അല്ല. ഈശോയുടെ ശരീരം മുഴുവനും മുറിഞ്ഞ് ചോരയൊഴുകി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി, എന്താ പറയുക, അത്രമാത്രം വേദന സഹിച്ച് കിടന്ന ഒരു സമയത്താണ് ഈശോ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത്. നമുക്കെപ്പോഴും ദേഷ്യം തോന്നുന്നൊരു സമയമായിരിക്കും അല്ലേ, പക്ഷെ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ആ ഒരു മാതൃക ഈശോ നമുക്ക് നൽകി. ഇതാണ് 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ആ പാരഗ്രാഫ് ഫുള്ള് ടീച്ചർ മാർക്ക് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മാർക്കിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടേതായ വാക്കുകളിൽ ചുരുക്കി എഴുതുക കേട്ടോ. ഈശോ പറഞ്ഞ സെൻറ്റൻസ് അതുപോലെ തന്നെ എഴുതണം. ഓക്കെ. 2ാമത്തെ ചോദ്യം, തെറ്റ് ചെയ്തവരോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്ന പത്രോസിൻ്റെ ചോദ്യത്തിന് ഈശോ നൽകിയ മറുപടി എന്തായിരുന്നു? ഒരിക്കൽ പത്രോസ് ഈശോയുടെ അടുക്കിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം ക്ഷമിക്കാലേ എന്ന്. പത്രോസ് ശരിക്കും ഭയങ്കര ഗമയിലായിരിക്കും ചോദിച്ചത്. 7 പ്രാവശ്യം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ സംഖ്യയായിട്ടാണ് അന്ന് കണക്കാക്കിയിരുന്നതെന്ന് വെച്ചാൽ അത്രയും പ്രാവശ്യം വരെ ക്ഷമിക്കാം. അപ്പോൾ 8ാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യാം? അവൻ്റെ മൂക്കിനിട്ട് തിരിച്ചൊരു ഇടി കൊടുക്കുക അല്ലേ. ഈശോ അതിനെന്താ മറുപടി പറഞ്ഞേ? അങ്ങനെ പത്രോസ് ചോദിച്ചില്ല കേട്ടോ.
ഒരിക്കൽ ശിഷ്യരുടെ എല്ലാം പ്രതിനിധിയായി പത്രോസ് ഈശോയോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ? പത്രോസ് ചോദിക്കുക. 7 പ്രാവശ്യം വരെ ക്ഷമിക്കാം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് തിരിച്ച് പ്രതികരിക്കാം അല്ലേ എന്നിങ്ങനെ ചോദിക്കുക. ഈശോ അതിനെന്താ മറുപടി പറഞ്ഞേ? 7 എന്നല്ല, 70 പ്രാവശ്യം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചതെന്നറിയോ? പരിധിയില്ല, എത്ര പ്രാവശ്യം എന്നില്ല. എത്ര പ്രാവശ്യം നിന്നെ ദ്രോഹിച്ചാലും നീ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അതാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. പരിധിയില്ലാതെ ക്ഷമിക്കണം. മരണം വരെ നീ ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം. നിനക്ക് ആരെയും ദ്രോഹിക്കാനുള്ള അവകാശമില്ല, ആരോടും ക്ഷമിക്കാതിരിക്കാനുള്ള അവകാശവും നിനക്കില്ല. പരിധിയില്ലാതെ ക്ഷമിക്കണമെന്നാണ് ഇതുവഴി ഈശോ പഠിപ്പിക്കുന്നത്. ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം നമ്മളെ ദ്രോഹിച്ചാൽ പോലും നമ്മൾ അവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. പേജ് നമ്പർ 58-ൽ പരിധിയില്ലാത്ത ക്ഷമ എന്നുള്ള ഹെഡിങ്ങിൻ്റെ താഴെയാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, സഹഭൃത്യനോട് ക്ഷമിക്കാതിരുന്ന ദുഷ്ടഭൃത്യൻ്റെ ഉപമയിലൂടെ ഈശോ വ്യക്തമാക്കുന്ന സന്ദേശമെന്ത്? സംഭവമൊക്കെ ടീച്ചർ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ? ഒരു രാജാവിൻ്റെ കയ്യിൽ നിന്ന് 10,000 താലന്ത് എന്ന് വെച്ചാൽ അതൊരു വലിയ എമൗണ്ടാണ്. ആ 10,000 താലന്ത് ഒരു ഭൃത്യൻ, അവിടുത്തെ ഒരു സെർവൻറ്റ് കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷേ രാജാവ് ചോദിച്ചപ്പം അവൻ്റെ കയ്യിൽ അത്രയും രൂപ അപ്പോൾ കൊടുക്കാനില്ല. അവൻ എന്താ ചെയ്തത്? അവൻ കരഞ്ഞ് കാല് പിടിച്ചു രാജാവിൻ്റെ, എന്നോട് ക്ഷമിക്കണം, എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ രാജാവിൻ്റെ മനസ്സലിഞ്ഞ രാജാവ് എന്ത് ചെയ്തു? നീ ഇനി 10,000 തരണ്ട, പോട്ടെ, സാരമില്ല, ഞാനത് വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാജാവിൻ്റെ ബുക്കിൽ അത് വെട്ടിക്കളഞ്ഞു. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങി പോകുമ്പോഴാണ് അവൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടത്. കൂട്ടുകാരൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ, 100 താലന്ത്, 100 രൂപ എന്ന് നമുക്ക് പറയാം, കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ എമൗണ്ടാണ് അല്ലേ? വേഗം പോയി കൂട്ടുകാരനെ പിടിച്ചിട്ട് നിർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ 100 രൂപ താ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞു, അയ്യോ ഇപ്പം എൻ്റെ കയ്യിലില്ലടാ, ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓക്കെ പറയാതെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ ഷർട്ടിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പം തന്നെ കിട്ടണം, എൻ്റെ പൈസയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഒത്തിരി കരഞ്ഞ് ആ കൂട്ടുകാരൻ, പിന്നെ തരാം, ഇപ്പം ഇല്ലാഞ്ഞിട്ടാന്നൊന്നും പറഞ്ഞിട്ടൊന്നും ആൾ കേട്ടില്ല. പകരം എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. ഈ കാര്യം ആരറിഞ്ഞു? രാജാവ് അറിഞ്ഞു. രാജാവ് അവനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിനക്ക് 10,000 താലന്ത് തരാനുണ്ടായിരുന്നതാണ് എനിക്ക്, പക്ഷേ ഞാനത് നിൻ്റെ കരച്ചിൽ കണ്ട് വേണ്ടാന്ന് വെച്ചു. പക്ഷെ നിൻ്റെ കൂട്ടുകാരൻ നിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞപ്പോൾ ഒരു 100 രൂപ വേണ്ടാന്ന് വെക്കാൻ, അല്ലെങ്കിൽ പിന്നെ തന്നാൽ മതി എന്ന് പറയാൻ നിനക്ക് പറ്റിയില്ല. അതിന് നിനക്ക് ശിക്ഷയുണ്ട്. നീ 10,000 രൂപ എനിക്ക് തിരിച്ചു തരണം, നീ ജയിലിൽ പോയി കിടന്നോളാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? രാജാവ് ആളെ അറസ്റ്റ് ചെയ്തു. ഈ ഉപമ ഈശോ പറഞ്ഞത് എന്തിനാണ്? കൃത്യമായിട്ട് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഈശോ അത് പറയുന്നുണ്ട്. പേജ് നമ്പർ 59-ൽ സെക്കൻഡ് പാരഗ്രാഫിൽ റെഡ് കളറിൽ അത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ഇവിടെ രാജാവിൻ്റെ സ്ഥാനത്ത് ദൈവമാണ് അല്ലേ? നമ്മൾ ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? നുണ പറയുന്നു, തർക്കുത്തരം പറയുന്നു, മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്നു, സഹോദരങ്ങളെ ഉപദ്രവിക്കുന്നു, എന്തെല്ലാം തെറ്റുകളാണ് ചെയ്യുന്നത്. ഇതെല്ലാം ദൈവം നമ്മളോട് ക്ഷമിക്കുന്നുണ്ട് അല്ലേ? പാപങ്ങളേറ്റു പറയുമ്പം പ്രത്യേകിച്ച് ഒന്നും ഈശോ നമ്മളോട് നമ്മളോട് എല്ലാം പൊറുക്കുന്നുണ്ട്, 100% നമ്മളോട് ക്ഷമിക്കുന്നുണ്ട്. അത്രയും ക്ഷമയുള്ള ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈശോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളോടും ആ രാജാവ് എങ്ങനെയാണോ പിന്നീട് പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന നമുക്കൊരു വാണിംഗ് തരുവാണ്, നമ്മൾ ശ്രദ്ധിക്കണം എന്ന്. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഉത്തരം. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഈ ടെക്സ്റ്റ് ബുക്കും ഈ സെൻറ്റൻസും ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് അല്ലേ? നമ്മുടെ ലക്ഷ്യം എന്താ? സ്വർഗമാണ്, നിത്യരക്ഷയാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? ഈ ലോകത്തിലെ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു ചിന്തയോട് കൂടി തന്നെ നമ്മൾ ജീവിക്കണം. അതിനുള്ള മാർഗ്ഗങ്ങളാണ് ഈശോ ഇത്ര വളരെ രസകരമായിട്ട് കഥകളിലൂടെയൊക്കെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട്, നിങ്ങളുടെ സഹോദരങ്ങളോട്, നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് എല്ലാ കാര്യങ്ങളിലും ക്ഷമിക്കുക. അപ്പോഴാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോട് ക്ഷമിക്കുന്നത് അല്ലേ? നാലാമത്തെ ചോദ്യം നോക്കാം. ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നമ്മോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്? അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 60-ലാണ്. അതിൽ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ ബ്ലൂ കളറിലുണ്ട്. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിൻ്റെ മുൻപിൽ വച്ചിട്ട്
പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നിനക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ഷമ ചോദിച്ച് അവരുമായിട്ട് രമ്യതപ്പെടണം. പക്ഷേ ഈശോ ഇവിടെ ഒരു കാര്യം കൂടി കൂടുതലായിട്ട് പറയുവാണ്. നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, ഒരാഴ്ചയായിട്ട് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് മിണ്ടുന്നില്ല, എനിക്ക് അവനോട് പ്രശ്നമൊന്നുമില്ല, എനിക്ക് അവനെ ഇഷ്ടമാണ്, സന്തോഷമാണ്, പക്ഷെ എന്താണെന്നറിയില്ല അവൻ എന്നോട് മിണ്ടാതിരിക്കണതിൻ്റെ കാരണവും എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ പിന്നെ അവനോട് മിണ്ടാതിരിക്കട്ടെ എന്നല്ല ഈശോ പറഞ്ഞേ. അങ്ങനെ അവൻ എന്തെങ്കിലും നിന്നോട് വിരോധം ഉണ്ടെന്ന് തോന്നിയാൽ നീ എന്ത് ചെയ്യണം? നീ അവൻ്റെ അടുത്ത് ചെന്നിട്ട്, എടാ നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെട്ടിരിക്കണേ, ഞാൻ നീ അറിയാതെ എന്തെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും ചെയ്തോ എന്നൊന്നും ഞാൻ ഓർക്കണില്ല, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നിന്നോട് ആത്മാർത്ഥമായിട്ട് സോറി പറയാം, നീ എന്നോട് മിണ്ടാതിരിക്കല്ലേ. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അവരുമായി രമ്യതപ്പെട്ടതിന് ശേഷം മാത്രമേ ബലിയർപ്പിക്കാൻ പാടുള്ളൂ, വിശുദ്ധ കുർബാനയ്ക്ക് വരാൻ പാടുള്ളൂ എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓർത്ത് നോക്കാം. അതിന് നമ്മളോട് ആർക്കെങ്കിലും ദേഷ്യമോ എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറഞ്ഞു തീർക്കണം. നമുക്ക് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. നമ്മളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അത് നമുക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച് തരും. അപ്പോൾ അതും പരിഹരിക്കാൻ നമുക്ക് കടമയുണ്ട്. 5ാമത്തെ ചോദ്യം, ദിവ്യബലിയിൽ അനുരഞ്ജനത്തെ അനുസ്മരിപ്പിക്കുന്ന ഗീതം ഏതാണ് അനുരഞ്ജനത്തെ അനുസ്മരിപ്പിക്കുന്ന ഗീതം? തുടക്കത്തിൽ തന്നെ അത് പാടിക്കൊണ്ടാണ് നമ്മൾ കുർബാന ആരംഭിക്കുന്നത്. അന്നാ പെസഹ തിരുനാളിൽ നിന്നുള്ള പാട്ടിൻ്റെ അടുത്ത 4 വരി എന്താ വരുന്നത്? അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് എല്ലാവരോടും സമാധാനം. നമ്മളോട് ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവരെയും കെട്ടിപ്പിടിച്ച് സോറിയൊക്കെ പറഞ്ഞിട്ട്, അപ്പം ശരിക്കും മനസ്സിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഭാവം നിറഞ്ഞു നിന്നുകൊണ്ട് വേണം ബലി അർപ്പിക്കാനായിട്ടാണ് എന്നാണ് ആ പാട്ട് പാടുമ്പോൾ നമ്മൾ ഓർക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ ആ പാട്ട് നമ്മളെല്ലാം ഓക്കെ ആയിട്ടല്ലേ വന്നിരിക്കുന്നത് എന്നുള്ളത്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. എപ്പോഴും അത് മനസ്സിൽ വേണം. എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കുന്ന അതേ ഭാവത്തിൽ വേണം ഞാൻ ചുറ്റുമുള്ളവരോടും ക്ഷമിക്കാനായിട്ട്. ക്ഷമ എന്ന് പറയുമ്പോൾ ഞാൻ ക്ഷമിച്ചു എന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഹൃദയം കൊണ്ട് ക്ഷമിക്കണം. ആ തെറ്റ് ചെയ്തവരെ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തോടെ കാണാൻ പറ്റണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് ക്ഷമ പൂർത്തിയാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ 9ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ടീച്ചർ പറയുന്നത് കേട്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് വർക്ക് ബുക്കിൽ എഴുതുക. അതുപോലെ തന്നെ പഠിച്ചും വയ്ക്കുക. ഓക്കെ, ഓരോന്നും പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.